1990 ശേഷം ബാംഗ്ലൂരിലെ ഒരു കുപ്രസിദ്ധ റൗഡിയായിരുന്നു ലക്ഷ്മണ. അതുവഴി ഒരുപാട് സമ്പത്തും അയാൾക്ക് ലഭിക്കാൻ തുടങ്ങി. കർണാടകയിലെ വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചയാളായിരുന്നു ലക്ഷ്മണ. എന്നാൽ റൗഡി ആയതിനു ശേഷം പണം സമ്പാദിക്കുക മാത്രമല്ല ചെയ്തത്, 25ഓളം കേസുകൾ അയാളുടെ പേരിലുണ്ടായിരുന്നു. 2019 മാർച്ച് മാസം 7-ാം തീയതി രാവിലെ ഒരു 11 മണിയോടുകൂടി യശ്വന്തൂർ ഭാഗത്ത് ഒരു മീറ്റിംഗ് ഉണ്ടെന്നും ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വരുമെന്ന് ഭാര്യയോട് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി. അയാൾ പോയി 2 മണിക്കൂർ കഴിഞ്ഞ് ഭാര്യയ്ക്ക് ഒരു കോൾ വരുന്നു. നിങ്ങളുടെ ഭർത്താവിന്റെ കാറിനെ ഒരു ഗ്യാങ് തടഞ്ഞു നിർത്തി അയാളെ വളരെ ക്രൂരമായി വെട്ടിയെന്നായിരുന്നു ആ കോളിൽ പറഞ്ഞത്. അവരും ഉടനെ തന്നെ സംഭവ സ്ഥലത്തേക്ക് പോയി. ലക്ഷ്മണയുടെ മുഖത്ത് മുളക് പൊടി വിതറിയിരിക്കുന്നത് കണ്ടു. ശരീരം മുഴുവനും ക്രൂരമായ രീതിയിൽ വെട്ടേറ്റിട്ടുണ്ട്. പോലീസ് ലക്ഷ്മണയുടെ ഭാര്യയോട് പറഞ്ഞത്, നിങ്ങളുടെ ഭർത്താവിന്റെ കാറിനെ ഏതോ ഒരു ഗ്രൂപ്പ് ഫോളോ ചെയ്തതായും ആ കാറിനെ തടഞ്ഞു നിർത്തി 5 പേർ ചേർന്ന് അയാളുടെ മുഖത്ത് മുളക് പൊടി വിതറി ശരീരത്തിൽ മാറി മാറി വെട്ടിയെന്നും പറഞ്ഞു. ആരാണ് ഈ ലക്ഷ്മണ? എന്തിനാണ് അയാൾ ഇത്ര ക്രൂരമായ രീതിയിൽ കൊല്ലുന്നത്? അതിനുള്ള കാരണം എന്താണ്? പോലീസ് കുറ്റവാളിയെ കണ്ടുപിടിച്ചോ ഇല്ലയോ? പോലീസ് ഈ ഒരു കേസ് അന്വേഷിക്കുമ്പോഴാണ് അവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. ആ ട്വിസ്റ്റ് എന്താണ്? 2019 കർണാടകയിൽ വളരെ ചർച്ചാ വിഷയമായ ഒരു ക്രൂരമായ സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുൻപായി നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഓരോ വീഡിയോസ് ചെയ്യാനും ഒരുപാട് എഫേർട്ട് ഉണ്ട്. നിങ്ങൾ തരുന്ന ഒരു ലൈക്കും കമൻറ്റുമായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. മാത്രമല്ല മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനും അത് സഹായിക്കും. ലക്ഷ്മണ ബാംഗ്ലൂരിലേക്ക് വരുമ്പോൾ തന്റെ കൂടെ ജനിച്ച സഹോദരൻ രാമൻ എന്നയാളുമായാണ് വന്നത്. ഇവർ 2 പേരും ട്വിൻസ് ആണ്. 2 പേരും ബാംഗ്ലൂരിലേക്ക് വന്ന് ഒരു ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യുന്നു. റൗഡി ഗ്യാങ്ങിൽ ഗുണ്ടകളായി ചേരുന്നു. ആ ഗ്യാങ്ങിലുള്ളവർ പറയുന്ന ഏത് ജോലിയും ഈ 2 പേരും ചെയ്യും. ദിവസങ്ങൾ കഴിയുന്തോറും തങ്ങൾ ജോലി നോക്കുന്ന ആ ഒരു ഗ്യാങ്ങിൽ ഒരുപാട് പ്രശ്നം വന്നതുകൊണ്ട് മറ്റ് ഗ്യാങ്ങിൽ മാറിപ്പോയി ജോലി ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ നേരത്തെ ജോലി ചെയ്തിരുന്ന ഗ്രൂപ്പുമായി ഇവർക്ക് ഒരു പകയുണ്ടാകാനും തുടങ്ങി. ഇങ്ങനെ പല ഗ്യാങ് മാറിക്കൊണ്ടിരുന്നത് കൊണ്ട് ദേഷ്യവും പകയും വർദ്ധിക്കാനും തുടങ്ങി. ആ സമയത്ത് സ്വന്തമായി ഒരു ഗ്രൂപ്പ് അവർ ഉണ്ടാക്കി, ഒരു ഗ്യാങ് ഉണ്ടാക്കി. ഈ സമയത്ത് രാമന് രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് വേണം എന്നാഗ്രഹിച്ചത് കൊണ്ട് തന്റെ ക്രിമിനൽ പരിപാടി എല്ലാം അവസാനിപ്പിച്ചിട്ട് മുഴുവനായും ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറി. എന്നാൽ ലക്ഷ്മണ ഇതൊന്നും അവസാനിപ്പിക്കാതെ തുടർന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നു. പ്രധാനമായും ഭൂമി തട്ടിപ്പ്. ഇങ്ങനെ ഇല്ലീഗലായി സമ്പാദിച്ച് 500 കോടിയിലധികം സമ്പാദ്യം അയാൾക്കുണ്ടായിരുന്നു എന്നും പറയുന്നു. സ്വന്തമായി ഒരു ഗ്യാങ് ഉണ്ടാക്കിയ കുറച്ച് ദിവസത്തിൽ തന്നെ വീട്, കാറ്, ബംഗ്ലാവ്, സ്വന്തമായി ഒരുപാട് ഭൂമി, ഇങ്ങനെ വിചാരിക്കുന്നതിനും അപ്പുറം സമ്പത്ത് വന്നു ചേരാൻ തുടങ്ങി. 2018 ഡിസംബർ മാസത്തിൽ ഭൂമി തട്ടിപ്പിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി ഇയാൾക്ക് ബെയിൽ ലഭിച്ചു. ബെയിലിൽ വന്ന 2ാമത്തെ ആഴ്ചയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇയാൾക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ലക്ഷ്മണയെ കുറിച്ച് പോലീസ് അന്വേഷിക്കുമ്പോൾ ഒരുപാട് പേരുമായി അയാൾക്ക് പകയുണ്ടായിരുന്നത് കൊണ്ട് ആരിത് ചെയ്തിട്ടുണ്ടാകുമെന്ന് പോലീസിന് ഊഹിക്കാൻ പോലും സാധിച്ചില്ല. ഇപ്പോൾ ലക്ഷ്മണയെ കുറിച്ച് പോലീസ് രഹസ്യമായി അന്വേഷിക്കാൻ തുടങ്ങി. ആ സമയത്ത് കോട്ടിരാമ എന്നൊരു ഗ്യാങ് ഇയാളെ കൊന്നിരിക്കാം എന്നൊരു സംശയം പോലീസിന് വരുന്നു. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ കോട്ടിരാമയും ലക്ഷ്മണയും തുടക്കത്തിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇവർ 2 പേരും ചേർന്നാണ് പല ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളും, ഭൂമി തട്ടിപ്പ്, ഗുണ്ടാ പരിപാടി ഇതെല്ലാം നടത്തിയത്. ഈ സമയത്ത് ഇവർക്കെതിരെ മാഞ്ച എന്നൊരു വ്യക്തി വളർന്നു വരുന്നത് കൊണ്ട് കോട്ടിരാമ, ലക്ഷ്മണ ഇവർക്ക് മാഞ്ചയോട് ഒരു പകയുണ്ടാകാൻ തുടങ്ങി. ഈ മാഞ്ചയും ഒരു റൗഡിയാണ്. ആ ഒരു സമയത്തായിരുന്നു മാഞ്ചയ്ക്ക് വിവാഹം ഉറപ്പിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം കോട്ടിരാമയുടെയും ലക്ഷ്മണയുടെയും ആളുകൾ ചേർന്ന് 40 പേരോളം ചേർന്ന് മാഞ്ചയെ വളരെ ക്രൂരമായി ഓടിച്ചിട്ട് വെട്ടിക്കൊന്നു. മാഞ്ചയെ കൊന്നതിന് ശേഷം പോലീസുകാർ ലക്ഷ്മണയെയും കോട്ടിരാമയെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. തുടർന്ന് ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്ത 3 മാസത്തിൽ ലക്ഷ്മണയ്ക്ക് ബെയിൽ ലഭിച്ചു. എന്നാൽ കോട്ടിരാമയുടെ പേരിൽ മറ്റു പല കേസുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് കോടതി അയാൾക്ക് ജാമ്യം അനുവദിച്ചില്ല. ഇപ്പൊ കോട്ടിരാമ ജയിലിൽ തന്നെ ആയിരിക്കേണ്ട അവസ്ഥ വന്നു. പുറത്തു വന്ന ലക്ഷ്മണ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ വീണ്ടും ചെയ്യാൻ തുടങ്ങി. കോട്ടിരാമയ്ക്ക് വരാനുള്ള പണമെല്ലാം ഇപ്പൊ മുഴുവനായും ലക്ഷ്മണനിലേക്ക് പോകുന്നു. അതേസമയം ലക്ഷ്മണ കോട്ടിരാമയുമായുള്ള ആ ഒരു ബന്ധവും അവസാനിപ്പിച്ചു. ഇപ്പൊ തന്റെ സുഹൃത്തായ കോട്ടിരാമനും ലക്ഷ്മണയ്ക്കുമിടയിൽ ഒരു വലിയ പകയുണ്ടാകാൻ തുടങ്ങി. അതൊരു വലിയ പ്രശ്നമായി മാറാൻ തുടങ്ങി. ഇപ്പൊ ഈ ഒരു കാരണത്താൽ കോട്ടിരാമയുടെ ആളുകൾ ലക്ഷ്മണയെ കൊന്നിരിക്കാം എന്നൊരു സംശയം
പോലീസിന് വരുന്നു. പോലീസുകാർ സംഭവ സ്ഥലത്തെ റോഡുകളിലെ CCTV ക്യാമറയെല്ലാം പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരു വെള്ള നിറത്തിലുള്ള സ്കോർപിയോ അവിടെ വന്ന് നിന്നുവെന്ന് കണ്ടു. ആ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ മനസ്സിലായതുകൊണ്ട് പോലീസ് ഉടൻ തന്നെ ആ നമ്പർ പരിശോധിക്കുമ്പോൾ ഹേമന്ത് കുമാർ എന്നയാളുടെ പേരിലാണ് അതെന്ന് മനസ്സിലായി. ഇപ്പൊ പോലീസും ഹേമന്ത് കുമാർ ആരാണെന്ന് എന്നുള്ള അന്വേഷണം നടത്തുമ്പോഴാണ് അവനും ലക്ഷ്മണ പോലുള്ള ഒരു ഭൂമി തട്ടിപ്പുകാരനും റൗഡീസം ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലായി. അതേസമയം ലക്ഷ്മണയ്ക്കും ഇവനും ഇടയിൽ നേരത്തെ ഒരു പകയുണ്ടായിരുന്നുവെന്ന് മനസ്സിലായി. ഉടനെ പോലീസും ഹേമന്ത് കുമാറിനെ അറസ്റ്റ് ചെയ്തു. അയാളുടെ ഫോണും കോൾ റെക്കോർഡ്സും എല്ലാം പരിശോധിക്കുമ്പോഴാണ് ക്യാറ്റ് രാജ എന്നൊരു പേര് അവിടെ വരുന്നത്. ഈ ക്യാറ്റ് രാജയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മരിച്ചുപോയ മാഞ്ച, അതായത് ലക്ഷ്മണ ഗ്യാങ് ചേർന്ന് വെട്ടിക്കൊന്ന ഈ മാഞ്ചയുടെ വളരെ അടുത്ത ഒരു ബന്ധുവാണ് ക്യാറ്റ് രാജ എന്ന് മനസ്സിലായി. മാഞ്ചയെ കൊന്നതിന് പ്രതികാരം വീട്ടാൻ ലക്ഷ്മണയെ കൊന്നിട്ടുണ്ടാകാം എന്നൊരു സംശയം ഇപ്പൊ പോലീസിന് വരുന്നു. പോലീസ് ഇതെല്ലാം ഒരു വശത്തുകൂടെ അന്വേഷിക്കുകയാണ്. അതേസമയത്ത് തന്നെ ലക്ഷ്മണയുടെ പാന്റ് പോക്കറ്റിൽ നിന്നും ഒരു ഹോട്ടൽ റൂം കീ കിട്ടി. അത് മഹാലക്ഷ്മി ഹോട്ടലിലെ ഒരു മുറിയുടെ കീ ആണെന്ന് പോലീസ് കണ്ടെത്തി. പോലീസ് നേരെ ആ ഹോട്ടലിലേക്ക് ചെന്ന് ആ മുറിയെക്കുറിച്ച് അന്വേഷിച്ചു. ആ മുറി വർഷിനി എന്ന പെൺകുട്ടിയുടെ പേരിൽ ബുക്ക് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലായി. ഇപ്പൊ പോലീസ് വർഷിനിയെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഈ വർഷിനി എന്ന പെൺകുട്ടി ലണ്ടനിൽ MSc സൈക്കോളജി പഠിക്കുന്നതായും ലക്ഷ്മണയുടെ വീടിനടുത്താണ് അവളുടെ വീടുണ്ടെന്നും ആദ്യഘട്ട അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചു. തുടർന്ന് പോലീസുകാർ അവളുടെ ഫോൺ കോൾ റെക്കോർഡ്സ്, വാട്സപ്പ് കോൾ റെക്കോർഡ്സ് എല്ലാം പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ ലക്ഷ്മണ വർഷിനിക്ക് കോൾ ചെയ്തിട്ടുണ്ടെന്നും വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് അവസാനമായി വർഷിനിയോടാണ് അയാൾ സംസാരിച്ചതെന്നും മനസ്സിലായി. ലക്ഷ്മണയുടെ ഭാര്യ പറഞ്ഞത് തന്റെ ഭർത്താവിന് അവസാനമായി ഒരു ഫോൺ കോൾ വന്നു. ആ കോളിന് ശേഷമാണ് വീട്ടിൽ നിന്ന് വളരെ ധൃതിയിൽ ഇറങ്ങിപ്പോയതെന്നും പറഞ്ഞു. ഇപ്പൊ പോലീസിന് മുഴുവൻ സംശയവും വർഷിനിയിലേക്ക് പോകുന്നു. നേരത്തെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തല്ലോ, ഹേമന്തിനെയും ക്യാറ്റ് രാജയെയും. അവരുടെ ഫോൺ കോൾ റെക്കോർഡ്സും പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിച്ചപ്പോൾ പോലീസിന് അറിയാൻ കഴിഞ്ഞത് ലക്ഷ്മണ വർഷിനി ഫോൺ ചെയ്ത് കട്ട് ചെയ്യുന്ന അടുത്ത സെക്കൻഡ് അല്ലെങ്കിൽ അടുത്ത ഒരു മിനിറ്റിന് ശേഷം ഈ ഹേമന്തിനും ക്യാറ്റ് രാജയ്ക്കും ഒരു നമ്പറിൽ നിന്നും കോൾ വന്നിട്ടുണ്ട്. ആ ഒരു നമ്പർ ആരുടേതാണെന്ന് നോക്കുമ്പോൾ രൂപേഷ് എന്നയാളുടെ നമ്പറാണെന്ന് മനസ്സിലായി. അങ്ങനെ രൂപേഷിന്റെ ഫോൺ കോൾ റെക്കോർഡ്സ് എടുക്കുന്നു. അപ്പോഴാണ് രൂപേഷിനെ വർഷിനി വിളിച്ചിട്ടുള്ളത് അറിയാൻ സാധിച്ചത്. എപ്പോഴെല്ലാമാണോ വർഷിനി ലക്ഷ്മണയ്ക്ക് ഫോൺ ചെയ്ത് കട്ട് ചെയ്യുന്നത്, അടുത്ത സെക്കൻഡ് തന്നെ വർഷിനി രൂപേഷിനെ വിളിക്കുമായിരുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഇതിനെല്ലാം പുറകിൽ വർഷിനി ഒരു മാസ്റ്റർ മൈൻഡ് ആയിരിക്കാമോ എന്ന് പോലീസിന് സംശയം വരുന്നു. 21 വയസ്സുള്ള വർഷിനി ലണ്ടനിൽ വെച്ച് തന്നെ ഇക്കാര്യങ്ങളെല്ലാം പദ്ധതിയിട്ട് ചെയ്തു എന്ന് അറിയാൻ കഴിഞ്ഞതും വർഷിനി ഇന്ത്യയിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഒരുപാട് സത്യങ്ങൾ പോലീസിന് മനസ്സിലായത്. വർഷിനി JDS എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവിന്റെ മകളായിരുന്നു. അവളുടെ അച്ഛന്റെ പേര് ഹരീഷ്. ഈ ഹരീഷിന്റെ വീടും ലക്ഷ്മണയുടെ വീടിനടുത്താണ്. ലക്ഷ്മണയുടെ ബിനാമിയായിരുന്നു ഹരീഷ്. ലക്ഷ്മണയുടെ പല സ്വത്തുക്കൾ ഹരീഷിന്റെ പേരിലായിരുന്നു. അതിനാൽ ഈ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. രണ്ടുപേരും പരസ്പരം രണ്ടുപേരുടെ വീടുകളിലും മാറി മാറി പോകുമായിരുന്നു. ഈ ലക്ഷ്മണയ്ക്ക് ചെറിയ പ്രായം മുതലേ വർഷിനിയെ നന്നായി അറിയാം. വർഷിനിക്ക് 7.5 വയസ്സുള്ളപ്പോഴാണ് ലക്ഷ്മണയുടെ വിവാഹം കഴിഞ്ഞത്. എന്നാൽ വർഷിനി വളരുംതോറും ലക്ഷ്മണയ്ക്ക് അവളോടൊരു ഇഷ്ടം തോന്നാൻ തുടങ്ങി. വർഷിനിക്ക് ഒരുപാട് വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കുക, അവൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക, ഇങ്ങനെ തൻ്റെ പ്രണയിനിയെ പോലെ തന്നെയായിരുന്നു ലക്ഷ്മണ അവളെ ചിന്തിച്ചത്. എന്നാൽ വർഷിനിക്ക് അയാളോട് യാതൊരു സ്നേഹവുമില്ലായിരുന്നു. ഇതിനിടയിൽ അവളൊരു ഡാൻസ് ക്ലാസ്സിന് പോയി. അവിടെയാണ് രൂപേഷ് എന്നയാളെ പരിചയപ്പെടുന്നത്. രണ്ടുപേരും തുടക്കത്തിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് പ്രണയിക്കാൻ തുടങ്ങി. ഈ ഒരു പ്രണയം വർഷിനിയുടെ അച്ഛൻ അറിയുന്നു. അങ്ങനെ ഈ ഒരു പ്രണയത്തിന് അവളുടെ അച്ഛൻ എതിർപ്പ് കാണിച്ചു. പക്ഷേ വർഷിനി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. തുടർന്ന് രൂപേഷിനെ പ്രണയിച്ചുകൊണ്ടിരുന്നു. ഇതിൽ നിന്നും ഇവളെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് ചിന്തിച്ച ഹരീഷ് ഇതിനെക്കുറിച്ച് ലക്ഷ്മണയോട് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണ രൂപേഷിനെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എന്നാൽ രൂപേഷും അവന്റെ പ്രണയത്തിൽ വളരെ സ്ട്രോങ് ആയിരുന്നു. രണ്ടുപേരും 2 തവണ വീട് വിട്ട് ഒളിച്ചോടി. എന്നാൽ എങ്ങനെയൊക്കെയോ രണ്ടുപേരെയും കണ്ടുപിടിച്ച് വർഷിനിയെ തിരികെ സ്വന്തം വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു. വർഷിനി ഇനി ഇന്ത്യയിൽ ആയിരിക്കുന്നത് നല്ലതല്ല, അവളെ ലണ്ടനിലേക്ക് അയച്ച് പഠിപ്പിക്കാമെന്ന് ഇങ്ങനെ ലക്ഷ്മണ ഒരു ഐഡിയ വർഷിനിയുടെ അച്ഛൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവൾക്ക് ആവശ്യമായ കോളേജ് ഷീറ്റ് ഉൾപ്പെടെ ലക്ഷ്മണ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്തു കൊടുത്തു. അങ്ങനെ വർഷിനി ലണ്ടനിലേക്ക് പോയി. അവിടെ MSc സൈക്കോളജി പഠിച്ചുകൊണ്ടിരുന്നു. അവൾക്ക് ആവശ്യമായ പണവും മറ്റു കാര്യങ്ങളുമെല്ലാം ലക്ഷ്മണ മാസങ്ങളോളം അയച്ചു കൊടുത്തു. എന്നാൽ അവൾക്ക് അപ്പോഴും രൂപേഷിനോട് പ്രണയമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ലക്ഷ്മണ ജീവനോടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരുമിച്ച് ചേരാൻ കഴിയില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. അയാളെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു പദ്ധതി അവരപ്പോൾ തയ്യാറാക്കാൻ തുടങ്ങി. അങ്ങനെ മാസം തോറും ലക്ഷ്മണ അയക്കുന്ന പണമെല്ലാം വർഷിനി സേവ് ചെയ്യാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ ഈ പണമെല്ലാം കാമുകനായ രൂപേഷിന്റെ കയ്യിൽ കൊടുത്ത് ലക്ഷ്മണയെ കൊല്ലാൻ ആവശ്യപ്പെടുന്നു. വർഷിനിക്ക് ലക്ഷ്മണയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്നതുകൊണ്ട്
അവൻ ആരൊക്കെ ശത്രുക്കളുണ്ട് എന്നുള്ളതും അറിയാം. അങ്ങനെയാണ് ക്യാറ്റ് രാജ ഹേമന്ത് കുമാറിനെ കോണ്ടാക്ട് ചെയ്ത് ലക്ഷ്മണയെ നിങ്ങൾ കൊല്ലുക, അതിനാൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് പദ്ധതിയിട്ടു. അങ്ങനെ നോക്കിയാൽ ഈ രണ്ടുപേർക്കും ലാഭമാണ്. തന്റെ പ്രണയത്തിന് തടസ്സം നിൽക്കുന്ന ലക്ഷ്മണ മരിക്കും. മറ്റൊരു ഭാഗത്ത് ഹേമന്തിനും ക്യാറ്റ് രാജയ്ക്കും അവരുടെ പ്രതികാരം വീട്ടിയതുപോലെയുമാകും. അങ്ങനെ വർഷിനി ലണ്ടനിലുള്ളപ്പോൾ തന്നെ ലക്ഷ്മണനെ കോൾ ചെയ്തിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് വരുന്നു എന്നും എനിക്കായി ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്യണം, ചില ദിവസം നമുക്ക് ബാംഗ്ലൂരിൽ ഒറ്റയ്ക്ക് ജീവിക്കാം, പിന്നീട് വീട്ടിലേക്ക് പോകാം എന്നും പറഞ്ഞു. ഇതിൽ വിശ്വസിച്ച ലക്ഷ്മണ മഹാലക്ഷ്മി ഹോട്ടലിൽ ഒരു മുറി ബുക്ക് ചെയ്തു. ഇതിനിടയിൽ ഞാൻ ലണ്ടനിൽ നിന്നും തിരിച്ചു, ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തി, ഇങ്ങനെയുള്ള പല ന്യൂസുകൾ, പല വാർത്തകൾ വർഷിനി ലക്ഷ്മണയെ അറിയിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ലണ്ടനിൽ നിന്നും അവൾ ഒരടി പോലും അനങ്ങിയിട്ടില്ലായിരുന്നു. ഇതൊന്നും ലക്ഷ്മണയ്ക്ക് അറിയുകയില്ലായിരുന്നു. ലക്ഷ്മണയ്ക്ക് ആ ഫോൺ കോൾ വന്നതിന് ശേഷം തന്റെ ഭാര്യയോട് ഞാൻ യശ്വന്ത്പൂരിലെ ഒരു വ്യക്തിയെ കാണാൻ പോകുന്നതായും പെട്ടെന്ന് തന്നെ ഞാൻ വരുമെന്നും പറഞ്ഞ് കാർ എടുത്തുകൊണ്ട് നേരെ മഹാലക്ഷ്മി ഹോട്ടലിലേക്ക് പോയി. ലക്ഷ്മണ സാധാരണ എവിടെയെങ്കിലും പോകുമ്പോൾ തൻ്റെ കൂടെ കുറച്ചുപേരെ കൂട്ടിക്കൊണ്ടുപോകും. പക്ഷെ വർഷിനിയെ കാണാൻ പോകുന്നത് കൊണ്ട് ആരെയും കൂട്ടാതെ ഒറ്റയ്ക്കാണ് പോയത്. അവിടെ ഹോട്ടലിലേക്ക് പോയി നോക്കിയപ്പോൾ വർഷിനി വരാത്തത് കൊണ്ട് മൊബൈലിലേക്ക് ഫോൺ ചെയ്ത് നോക്കി. അപ്പോൾ താൻ മറ്റൊരു സ്ഥലത്ത് നിൽക്കുന്നതായും ഉടൻ തന്നെ അങ്ങോട്ടേക്ക് വരണമെന്നും ലക്ഷ്മണയെ വിളിച്ചു. അങ്ങനെ ആ ഒരു ഹോട്ടലിൽ നിന്നും ലക്ഷ്മണ തിരിക്കുന്ന സമയത്ത് വർഷിനി തൻ്റെ കാമുകനായ രൂപേഷിനോട് ലക്ഷ്മണ ഇവിടേക്കാണ് വരുന്നത് എന്നുള്ള ആ ഒരു ന്യൂസ് അപ്ഡേറ്റ് ചെയ്തു. അതേസമയം കാമുകനായ രൂപേഷ് ചെയ്തത് ലക്ഷ്മണയുടെ ശത്രുക്കളായ ക്യാറ്റ് രാജ് ഹേമന്തിനെ വിളിച്ച് ഇക്കാര്യം പറയുന്നു. അങ്ങനെ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇസ്കാൻ കോവിൽ എന്ന സ്ഥലത്ത് വെച്ച് ലക്ഷ്മണയുടെ കാറ് ബ്ലോക്ക് ചെയ്ത് ക്യാറ്റ് രാജയുടെയും ഹേമന്ത് കുമാറിന്റെയും ആളുകൾ ലക്ഷ്മണയുടെ മുഖത്ത് മുളക് പൊടി വിതറി പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് അരിവാളുകൊണ്ട് ശരീരം മുഴുവനും വെട്ടി അയാളെ കൊന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഈ ഒരു കേസിൽ വർഷിനിയുടെ കാമുകൻ, ക്യാറ്റ് രാജ, ഹേമന്ത് കുമാർ, അവരുടെ അടിയാളുകൾ ഇങ്ങനെ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. തെറ്റായ രീതിയിൽ സമ്പാദിക്കുന്ന പണവും പകയും ശത്രുക്കളും ഒരാളുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റമുണ്ടാക്കുമെന്നുള്ളത് ഈ ഒരു കേസിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും കണ്ടിട്ടുണ്ട്, ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.